കിടിലൻ പടം. അത് കണ്ടില്ലേ പണ്ട്? സൗണ്ട് ക്വാളിറ്റി ആയാലും വിഷ്വൽ ആയാലും എല്ലാം 4K എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാൻ വാക്കുകളില്ല. അപ്പോൾ അത്രയും പോവുകയാണ് സത്യം പറഞ്ഞാൽ. അത്രത്തോളം ഒരുപാട് ഗൂസ് ബംസ് ആണ് ഓരോ മൊമെന്റ്സിൽ കാണുമ്പോഴത്തേക്ക്. അടിപൊളിയായിട്ടുണ്ട് മൂവി. ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ്. 24 വർഷത്തിന് ശേഷം ദേവദൂതൻ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. വിശാൽ കൃഷ്ണമൂർത്തി എന്നൊരു അതുല്യ മ്യൂസീഷ്യൻ ഗംഭീര പെർഫോമൻസുമായിട്ട് വീണ്ടും ആൾക്കാരിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. പടം നല്ല സൂപ്പർ. അതായത് അന്ന് ഇത് ബിഫോർ 20 years ഉള്ള പടമല്ലേ. അപ്പം അന്ന് ഇന്നത്തെ സൗണ്ട് സിസ്റ്റം വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. മനസ്സിലൊക്കെ ഭയങ്കര ഒരു വിദ്യാസാഗർ ഇത് ലെജൻഡ് അല്ലേ. അന്ന് കണ്ടു അതാ എന്താ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫീല് പറയാതിരിക്കാൻ. ഈ സൗണ്ട് സിസ്റ്റം തന്നെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. കിടിലൻ പടം. അത് കണ്ടില്ലേ പണ്ട്? ഇപ്പൊ എന്താ കുറച്ച് കോമഡി ഒക്കെ കളഞ്ഞ് അടിപൊളിയാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ കുഞ്ഞുനാളിൽ TV കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ കാലഘട്ടത്തിൽ ജനിക്കാൻ പറ്റാതെ പോയല്ലോ, ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ പോയല്ലോ എന്നൊക്കെ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഇത് റീറിലീസ് ചെയ്യുന്ന അറിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് വന്നത്. ഭയങ്കര സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഒന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയ്ക്ക് എല്ലാം സൗണ്ട് ക്വാളിറ്റി ആയാലും വിഷ്വൽ ആയാലും എല്ലാം 4K എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ സീൻസ് അവർ കട്ട് ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ശ്രീകുമാറിൻ്റെ സീൻസ് ഒന്നും ഇൻക്ലൂഡ് ആവില്ല. അതെന്താണെന്ന് അറിയത്തില്ല. പക്ഷേ മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആണ്. അതിലൊരു നിരാശയുണ്ട്, എന്നാലും മൊത്തത്തിലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പടം രക്ഷയില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ 2 വയസ്സിലേക്കാണ് സത്യം പറഞ്ഞാൽ പടം റിലീസായിരിക്കും. ഇത്രയും വർഷങ്ങളിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലൊരു അനുഭവം തന്നെയാണ്. അന്ന് ആ മനുഷ്യ ഇത്രത്തോളം നിരാശിച്ച ആ ഒരു സിനിമ കണ്ട്, അതായത് കുറേ ആൾക്കാർ ബാക്ക് ആക്കിയെങ്കിലും ഇത്രയും ഹൗസ്ഫുള്ളായിട്ട് ആ സിനിമ കഴിഞ്ഞിട്ട് പോലും ഒരു മനുഷ്യർ അവിടെ നിന്ന് എണീക്കുന്നില്ലാന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ഡൗൺ ആയ സിനിമയെ ഉയർത്തിയെടുത്ത് വീണ്ടും റിലീസിന് അദ്ദേഹം ഒരുക്കുന്ന പറയുമ്പോൾ ഇത്രയും ഒരു ഹൈപ്പ് കിടന്നു പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. അപ്പോൾ അത്രയും പോവുകയാണ് സത്യം പറഞ്ഞാൽ. അത്രത്തോളം ഒരുപാട് ഗൂസ് ബംസ് ആണ് ഓരോ മൊമെന്റ്സിൽ കാണുമ്പോഴത്തേക്ക്. അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് നമ്മൾ ഒത്തിരി നാൾ മുമ്പ് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫോണിലോ കണ്ടൊരു പടം ഇവിടെ ഈ OD1 ARIES Plus OD1 ആ ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് കാണാൻ പറ്റിയതിൽ ശരിക്കും ലക്കിയാണ്. ആ ഒരു സൗണ്ട് എക്സ്പീരിയൻസും നൈസായിരുന്നു. ഡെഫിനറ്റ്ലി ആകെ ഉള്ളൊരു വിഷമം അവർ കുറച്ച് സീൻസ് കട്ട് ചെയ്തു. അവരത് കട്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കുറച്ച് സീൻസ് കട്ട് ചെയ്തു. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതർവൈസ് മൂവി ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ്. ആ ഒരു മ്യൂസിക് തിയേറ്റർ കണ്ടതിൻ്റെ ഒത്തിരി സന്തോഷത്തോടെ ഇറങ്ങി വന്നേക്കുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി തിയേറ്റർ വൈസ് പരാജയപ്പെട്ട പടങ്ങൾ പിന്നീട് വന്നിട്ട് നല്ലതുപോലെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടപ്പോൾ ഉള്ളൊരു ആ ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു മ്യൂസിക്കിൻ്റെയും പടത്തിൻ്റെയും. ലാലേട്ടനെ കാണാൻ പറ്റും. ഒത്തിരി നാളെ ലാലേട്ടൻ്റെ ഒരു മൂവി നമ്മളിങ്ങനെ തിയേറ്ററിൽ കാണുന്ന ആ ഒരു ഫീൽ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ കുഞ്ഞായിരുന്നപ്പോൾ ഇറങ്ങിയൊരു സിനിമയാണ്. അതുകൊണ്ട് തിയേറ്ററിൽ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് എപ്പോൾ അമൃത TV ആണിത് കൂടുതലും ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്, എപ്പോൾ ആ ചാനൽ വന്നാലും കുത്തിയിരുന്ന് കാണുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ടിക്കറ്റ് റിലീസ് എന്ന് വരുമ്പോഴത്തേക്കും ഏത് സിനിമ കണ്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമ അത് മിസ്സാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അതിൻ്റെ മ്യൂസിക്കൽ നോട്ട്സ് ആണെങ്കിലും സിനിമയിൽ തന്നെ ആ പാട്ടുകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ ഭീകരമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും തിയേറ്ററിൽ റിലീസ് വരുമ്പോഴത്തേക്കും മിസ്സാകാൻ പാടില്ലാത്തൊരു സിനിമയാണ് ദേവദൂതൻ. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് നമ്മളെ വേറൊരു വേൾഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തരം എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിലേക്ക് നമുക്ക് ദേവദൂതൻ തരുന്നത്. ഓവറോൾ അടിപൊളി. ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഇറങ്ങിയ പടമാണ്. അതുപോലെ നമ്മൾ ഇത് ഫോണിലും TV-യിലും മാത്രമേ കണ്ട എക്സ്പീരിയൻസ് ഉള്ളൂ. പക്ഷേ അന്ന് ഇറങ്ങിയ സമയത്ത് ഒരു കാലം തെറ്റി ഇറങ്ങിയൊരു പടമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് കണ്ട്. ഇത്രയും എക്സ്പീരിയൻസ് ഒട്ടും ഇതുവരെ നമുക്ക് ഈ ഫോണിലും TV-യിലും കാണുന്ന ഒരു ഫീലല്ല ഇത്. ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നല്ല, ആ മ്യൂസിക് ആയിരുന്നല്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. കാരണം ഇവിടെ ഏകദേശം 900 സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട്. ഏകദേശം ഒരുപാട് പേര് ഈ പ്രായമായവർ വരെ പടം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിലും വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒരിക്കൽ കൂടി ഇത് സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. നിങ്ങളൊരു കൂട്ടായ്മയായിട്ടാണ് വന്നിരിക്കുന്നത്? അത് ഞങ്ങൾ ഇവിടെ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ഡിസ്ട്രിക്റ്റിൻ്റെ നമ്മുടെ ഫാൻ ഷോ ഉണ്ടായിരുന്നു. സ്വന്തം ആൾക്കാരാണ്. മലയാളത്തിൻ്റെ അഹങ്കാരമല്ലേ, മലയാളത്തിന് ലാലേട്ടൻ കൊടുക്കുന്ന സ്നേഹമാണ് ഇതൊക്കെ വീണ്ടും റീറിലീസ് ചെയ്യണത്. അപ്പോൾ ആൾക്കാർക്ക് ലാലേട്ടനോടുള്ള സ്നേഹം നമുക്ക് ഇതിൽ നിന്ന് തന്നെ വെളിപ്പെടും. അത്രയേ ഉള്ളൂ. നമുക്കൊക്കെ കിട്ടണ വലിയ മിസ് ചെയ്ത പടങ്ങളാണ് ഇതെല്ലാം. നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് ഇങ്ങനെയൊക്കെ വീണ്ടും. അടുത്ത ഉടനെ മണിച്ചിത്രത്താഴ് വരുന്നുണ്ട്. വെയിറ്റിങ്ങിലാണ്. പിന്നെ പൊളിക്കും, വേറെ മാറ്റമൊന്നുമില്ല. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ചിന്തിക്കും പഴയ സിനിമയിൽ ഒന്ന് കാണണോ വേണ്ടേ. ഇതങ്ങനെയല്ല, ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട ഒരു ഇതാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. വർത്താണ്. പിന്നെ 4K അത് കാണേണ്ടത്. 24 വർഷങ്ങൾക്ക് ശേഷം ദേവദൂതൻ തിയേറ്ററിലേക്ക് എത്തിയപ്പം
എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപക്ഷെ അന്നത്തെ ജനറേഷൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കും അന്നത്തെ ജനറേഷൻ അത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ചിത്രം ചിലപ്പോൾ പരാജയപ്പെട്ടത്. മാസായ മോഹൻലാലിനെ മാത്രം കണ്ടെടുത്തുനിന്ന് അങ്ങനെ ഇത്തരം ഒരു ചിത്രം ഇതിലെ സംഗീതത്തിനും പ്രണയത്തിനും തീമിനും ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്കും ചിത്രത്തിന് നല്ല സ്വീകരണമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇന്നത്തെ ജനറേഷൻ അംഗീകരിക്കുന്ന പ്രണയവും അംഗീകരിക്കുന്ന മ്യൂസിക്കും മാസായിട്ടുള്ള അല്ലാത്ത മോഹൻലാലിനെ കണ്ട് മറ്റു നടന്മാരുടെയും സിനിമകൾ കണ്ട് വന്നതുകൊണ്ടാവാം ഒരുപക്ഷെ അന്നത്തെ മോഹൻലാൽ ഫാൻസിനുൾപ്പെടെയുള്ളവർക്ക് ഈ ചിത്രത്തിനോട് ഇഷ്ടക്കുറവ് വന്നു കാണും. ഇന്ന് അങ്ങനെയല്ലല്ലോ, എല്ലാ ഭാഷയിലെയും ചിത്രങ്ങൾ കണ്ട് മാസും അല്ലാത്തതും കണ്ടപ്പോൾ അവർക്ക് അതിനോട് താല്പര്യം വന്നു. എന്തായാലും ഇന്ന് നല്ല പ്രതികരണമാണ് കിട്ടി, എല്ലാവർക്കും ഇഷ്ടമായി ചിത്രം. ഈ ചിത്രം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നാണ് അവർ ചോദിക്കുന്നത്. വളരെ സന്തോഷമല്ലേ, ചിത്രം വീണ്ടും രണ്ടാം ഭാഗമല്ലല്ലോ, രണ്ടാം വരവാണല്ലോ വിജയിക്കുന്നത്. ഒരു ചിത്രം രണ്ടാമത് അവരുടെ അന്നത്തെ ടീമിന് വിഷമിച്ചെങ്കിൽ ഇന്ന് സന്തോഷിക്കാമല്ലോ.